യുദ്ധവെറിയും ഭരണകൂടങ്ങളുടെ പതനവും ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരുടെ പലായനവും ദീനരോധനവും കണ്ട 2024 സമ്മർദ്ദങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും ഈ വർഷത്തിൽ യൂറോപ്പിലെ ഏറ്റവും പ്രബലയായി പൊളിറ്റിക്കോ കണ്ടെത്തിയത് ഒരു വനിതയെ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലാനി. സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന, വല്യേട്ടന്മാരുടെ വാക്കുകൾക്കൊത്ത് തുള്ളാത്ത ഭരണാധികാരിയാണ് മെലോനി എന്ന് പൊളിറ്റിക്കോ പറയുന്നു. ചരിത്രം, സംസ്കാരം, സാഹിത്യം, കല, സംഗീതം, ഫുട്ബോൾ, ഭക്ഷണം, ടൂറിസം തുടങ്ങി പല മേഖലകളിൽ സമ്പന്നമാണ് ഇറ്റലി. ആ നാടിന് ആദ്യമായി വന്ന പെൺകാവലാളായിരുന്നു മെലോനി. ഇറ്റലിക്ക് മാറുന്ന മുഖമെന്ന ആഗ്രഹം മെലോനി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പങ്കുവയ്ക്കുമ്പോൾ മേഖലയിലെ മറ്റു രാജ്യങ്ങൾക്കെല്ലാം ആശങ്കയായിരുന്നു. ഒന്നാമത്, യൂറോപ്യൻ യൂണിയൻ എന്ന കൂട്ടായ്മയോട് മെലോനിക്ക് വലിയ യോജിപ്പില്ലായിരുന്നു. അതിർത്തികളെല്ലാം അടച്ചിട്ട് കുടിയേറ്റം നിയന്ത്രിച്ചാൽ എന്താ എന്നാണ് മട്ട്. LGBTQ സമൂഹത്തോട് കടുത്ത എതിർപ്പാണ്. ലിംഗപരമായ ആശയ സംവാദങ്ങളോട് താല്പര്യമില്ല. ഈ നിലപാടുകൾക്ക് പുറമെ മുസോളിനിക്ക് ശേഷം എത്തുന്ന ഫാഷിസ്റ്റ് നേതൃത്വം എന്ന തലക്കെട്ടുകൂടിയാകുമ്പോൾ പൂർത്തിയായി. മെലോനിയെ സംശയദൃഷ്ടിയോടെ അല്ലാതെ എങ്ങനെ നോക്കും എന്നായിരുന്നു വിമർശകരുടെ ചോദ്യം. സഖ്യനേതാക്കളായ ബെർലുസ്കോണിയുടെയും മാറ്റിയോ സാൽവിനിയുടെയും പോലെ റഷ്യയ്ക്കൊപ്പമല്ല താനെന്ന് മെലോനി പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല എന്ന് ഭരണത്തിലേറിയപ്പോൾ മാത്രമാണ് തെളിഞ്ഞത്. ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയ്ക്കുമേൽ യൂറോപ്യൻ യൂണിയൻ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന് മെലോനി ഏറ്റവും ശക്തമായി തന്നെ വാദിച്ചു. അപ്പോൾ മുതലാണ് രാഷ്ട്രീയ വിമർശകർ പതുക്കെ മെലോനിയിലേക്ക് ശ്രദ്ധ തിരിച്ചത്. മെലോനിയുടെ പ്രതിച്ഛായ മാറാൻ തുടങ്ങിയത്. കുടിയേറ്റം, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ, അവകാശം തുടങ്ങിയ വിഷയങ്ങളിൽ വലിയ നയമാറ്റമൊന്നും മെലോനി കൊണ്ടുവന്നില്ല. പക്ഷെ അപ്പോഴും പ്രായോഗിക സമീപനം കൊണ്ടും നിലപാടുകൾ കൊണ്ടും തീവ്ര വലതുപക്ഷ പശ്ചാത്തലത്തിന്റെ പേരിൽ തന്നെ സംശയത്തോടെ നോക്കിയ വിമർശകരെ കൊണ്ടുപോലും പ്രശംസാവാചകങ്ങൾ പറയിക്കാൻ കഴിഞ്ഞു മെലോനിക്ക്. ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ആരാധകരെ ഉണ്ടാക്കാനും. പിറന്ന് ഒരു കൊല്ലം മാത്രം പിന്നിടുമ്പോൾ ഉപേക്ഷിച്ചു പോയ അച്ഛൻ ഫ്രാൻസിസ്കോയുടെ ഇടത് നിലപാടിൽ നിന്ന് മെലോനി മാറി നടന്നത് ഒരു സ്വാഭാവിക പ്രതികരണമായിരുന്നു. അമ്മ അന്നയുടേത് വലതുപക്ഷ നിലപാടായിരുന്നു എന്നത് അതിനൊരു പിൻബലമായെന്നു മാത്രം. 15-ാം വയസ്സിൽ MSIയുടെ യുവജന വിഭാഗമായ യൂത്ത് ഫ്രണ്ടിൽ ചേർന്നു. MSI നേതാവായ മാർക്കോ മർസിലിയോ ആണ് രാഷ്ട്രീയ ഗുരു. രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് മെല്ലെ മെല്ലെ ചുവടുകൾ വെച്ച് 2008 സിൽവിയോ ബെർലുസ്കോണിയുടെ മന്ത്രിസഭയിലേക്ക് നടന്നു കയറിയ മെലോനി ഇറ്റലിയിൽ മന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളായി. 4 കൊല്ലത്തിനുപുറം സ്വന്തം പാർട്ടി ഉണ്ടാക്കി, ബ്രദേഴ്സ് ഓഫ് ഇറ്റലി. മുസോളിനിയുടെ ഫാഷിസ്റ്റ് ആശയങ്ങളുടെ ശേഷിപ്പുകൾ കൊണ്ടാണ് അടിസ്ഥാന ഘടന ഉണ്ടാക്കിയത്. തീവ്ര വലതു പാർട്ടികളുടെ ചിഹ്നമായ ത്രിവർണജ്വാല പേറിയ മെലോനി പക്ഷെ സ്വയം പരിചയപ്പെടുത്തിയിരുന്നത് സ്ത്രീയായും അമ്മയായും ഇറ്റലിക്കാരിയായും. മറ്റു വീടുകളിൽ കുട്ടികളെ നോക്കിയും നൈറ്റ് ക്ലബ്ബുകളിൽ മദ്യം വിളമ്പിയും മാധ്യമപ്രവർത്തകയായും ഒക്കെ ജോലി ചെയ്തിട്ടുള്ള മെലോനിയുടെ ആ വാക്കുകൾ സാമാന്യ ഇറ്റലിക്കാർക്ക് നന്നെ ബോധിച്ചു. അങ്ങനെയാണ് മെലോനി രാജ്യത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായത്. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം ആദ്യമായി തീവ്ര വലതുപക്ഷ നിലപാടുകളുള്ള ഒരു ഭരണകൂടം ഇറ്റലിയിൽ അധികാരത്തിലെത്തിയത്. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിൽ മെലോനി സ്വീകരിച്ചിരിക്കുന്നത് കടും നിലപാടുകളാണ്. ടുണീഷ്യയും ഈജിപ്തും അടക്കം രാജ്യങ്ങളുമായി കുടിയേറ്റ നിയന്ത്രണത്തിന് ഏർപ്പെട്ടിരിക്കുന്ന കരാറുകൾ വിവാദമാണ്. ബോട്ടുകൾ പിടിച്ചെടുത്തും തടവിലാക്കിയും തിരിച്ചയച്ചുമൊക്കെ അഭയാർത്ഥികളെ നേരിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇപ്പറഞ്ഞ കരാറുകൾ. അഭയാർത്ഥികളുടെ അവകാശ സംരക്ഷണം പോട്ടെ, ജീവനും ജീവിതവും പോലും അപകടാവസ്ഥയിലാക്കുന്ന നയങ്ങളെക്കുറിച്ച് സാമൂഹിക നിരീക്ഷകർക്ക് വലിയ ആശങ്കയുണ്ട്. തീർന്നില്ല. സർക്കാരിനെ വിമർശിക്കുന്നവരെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചാണ് നേരിടുന്നത്. തന്നെ വിമർശിക്കുന്നത് ജഡ്ജിയാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും സാധാരണ സ്കൂൾ ടീച്ചറാണെങ്കിലും ഒരേ സമീപനം. കേസും കൂട്ടവും സമ്മർദ്ദമേറ്റലുമായി കുരുക്കിയിടും. ലൈംഗിക ന്യൂനപക്ഷങ്ങളോട് തികഞ്ഞ അസഹിഷ്ണുതയാണ്. വാടക ഗർഭധാരണത്തിലൂടെയോ കൃത്രിമ ബീജസങ്കലനത്തിലൂടെയോ കുഞ്ഞുങ്ങളാകാമെന്ന് സ്വവർഗ പങ്കാളികൾക്ക് ആഗ്രഹിക്കാനേ കഴിയൂ. അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റുകൾ നൽകരുതെന്നാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത്തരം നടപടികളിൽ ആശങ്കയുണ്ടെങ്കിലും തൽക്കാലം അതൊക്കെ ആഭ്യന്തര കാര്യങ്ങളെന്ന നിലപാടാണ് യൂറോപ്യൻ യൂണിയൻ സ്വീകരിച്ചിരിക്കുന്നത്. ഉക്രൈൻ ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളിൽ മെലോനി ഒപ്പമുണ്ടല്ലോ എന്നാണ് വിശദീകരണം. വിവാദ നിലപാടുകളും കർക്കശ നടപടികളും ഉണ്ടെങ്കിലും ഇറ്റലിയിൽ ഭരണസ്ഥിരത കൊണ്ടുവരാനായില്ലേ എന്നും വിലയിരുത്തുന്നു. താരതമ്യേന ഭരണസ്ഥിരതയുള്ള ജർമ്മനിയിലും ഫ്രാൻസിലുമൊക്കെ രാഷ്ട്രീയ അസ്വസ്ഥതകൾ തലപൊക്കിയപ്പോഴും ഇറ്റലിയിൽ തട്ടുകേടില്ലാതെ മെലോനി മുന്നോട്ടു പോയത് ചൂണ്ടിക്കാട്ടിയാണ് ചോദ്യം. യൂറോപ്യൻ യൂണിയന്റെ മൃദു സമീപനം വെറുതെയല്ല. യൂണിയനിലെ 3ാമത് വലിയ സാമ്പത്തിക ശക്തിയായ ഇറ്റലിയുടെ തീരുമാനങ്ങൾ യൂണിയനെ പലതരത്തിൽ ബാധിക്കും. തീർന്നില്ല. മസ്കിന്റെ ആരാധന ഡൊണാൾഡ് ട്രംപിനെയും സ്വാധീനിക്കുമെന്നുള്ളതുകൊണ്ട്
അമേരിക്കയുമായി യൂറോപ്പിനുള്ള ബന്ധം നിലനിർത്തുന്നതിൽ നിർണായക പങ്കാകും ഇനി മെലോനിക്കുണ്ടാവുക. ആദ്യവട്ടം പ്രസിഡന്റായിരുന്ന സമയത്ത് ട്രംപിന് യൂറോപ്പിനെ അത്ര ബോധിച്ചിരുന്നില്ല. തിരിച്ചും ഇത് മാറ്റിയെടുക്കാൻ മസ്കും മെലോനിയും നല്ലൊരു പാലമാകും. നോത്രദാം പള്ളി വീണ്ടും തുറന്നുകൊടുത്ത വേളയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ ഒരുക്കിയ വിരുന്നിൽ ട്രംപും മെലോനിയും ഏറെ നേരം ഒന്നിച്ചുണ്ടായിരുന്നത് ഒരു തുടക്കമായി കാണുന്നു രാഷ്ട്രീയ നിരീക്ഷകർ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഈ ലോകം ഇത്തിരി ശരിയാക്കാനുണ്ടെന്നാണ് ട്രംപ് പിന്നീട് പറഞ്ഞത്. മെലോനിക്ക് മേഖലയിലെ സ്വാധീനം അതിനനുസരിച്ച് കൂടുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. തീവ്രമായ നിലപാടുള്ള നേതാക്കന്മാർ കൂടുതൽ രാജ്യങ്ങളിൽ അധികാരത്തിലെത്തുക, അവരൊക്കെ തമ്മിൽ നല്ല ചങ്ങാത്തം ഉണ്ടാവുക. അപ്പോൾ ഇനി എങ്ങനെ, എന്ത്, എപ്പോൾ എന്നു തുടങ്ങിയ ചെറിയ ചോദ്യങ്ങൾ വലിയ ഉത്തരങ്ങൾക്കുള്ള വാതായനങ്ങളാണ് തുറന്നിടുക. തീവ്ര വലതുപക്ഷ നിലപാടുള്ള ജോർജിയ മെലോനി യൂറോപ്പിലെ പ്രബലയായി തിരഞ്ഞെടുക്കുമ്പോൾ ഉയരുന്ന ചോദ്യവും അതുതന്നെയാണ്. ദുർബലരോട് തീരെ മമതയില്ലാത്ത, എണ്ണത്തിൽ കുറവുള്ളവരെ തീരെ അപ്രസക്തമായി കണക്കാക്കുന്ന നിലപാടുകൾക്ക് കരുത്തു പകരുമ്പോൾ, ശക്തി വരുമ്പോൾ ഈ ലോകം എങ്ങോട്ടാകും?